കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടൻ ജയസൂര്യയ്ക്ക് ഒപ്പമുള്ളവർ ദേവസ്വം ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചതിൽ കേളകം പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ജയസൂര്യക്കൊപ്പം എത്തിയവരാണ് ഫോട്ടോഗ്രാഫർ സജീവ് നായരെ മർദ്ദിച്ചത്. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു. നിഖിൽ, എന്താണ് കേസിന്റെ വിശദാംശം? ഏതായാലും സജീവ് നായർ നൽകിയ പരാതിയിൽ ഇപ്പോൾ 3 പേർക്കെതിരെയാണ് കേളകം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതമാണ് സജീവ് ഇത്തരത്തിൽ പരാതി നൽകിയത്. എന്നാൽ ഈ കണ്ടാലറിയാവുന്ന 3 പേർ എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. ഈ 3 പേർ ജയസൂര്യക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. രാവിലെ 8:30യോടുകൂടിയാണ് ജയസൂര്യ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത്. ഇവിടുത്തെ തിരുവഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ദർശനം നടത്തുന്നതിനിടെ സജീവ് നായർ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദേവസ്വം ബോർഡ് ഇതിനായി നിയോഗിച്ചയാളാണ് സജീവ്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ജയസൂര്യക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ജയസൂര്യയുടെ ദൃശ്യം എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ ദേവസ്വം ബോർഡിന് വേണ്ടിയാണ്, തന്റെ ജോലിയുടെ ഭാഗമായാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞതോടുകൂടി മർദ്ദനത്തിലേക്ക് കടക്കുകയായിരുന്നു. ക്യാമറ നശിപ്പിക്കാൻ ഉൾപ്പെടെ ശ്രമമുണ്ടായി. പിന്നീട് ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിച്ചു എന്നാണ് സജീവിന്റെ പരാതിയിൽ പറയുന്നത്. ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സജീവിന്റെ കയ്യിലുണ്ട്. ആ ദൃശ്യങ്ങൾ പോലീസിനും കൈമാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ദേവസ്വം ഓഫീസിന് മുന്നിൽ വെച്ച് കൂടി മർദ്ദിച്ചു, വയറിനുൾപ്പെടെ മർദ്ദനമേറ്റു എന്നാണ് കേളകം പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പരാതി പ്രകാരമാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജയസൂര്യക്ക് ഒപ്പമുണ്ടായിരുന്നവർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചതിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്.